ഇന്ന് ഗുരുപൂർണിമ ദിനം. ആഷാഢമാസത്തിലെ പൗർണമി ദിനമാണ് ഗുരുപൂർണിമയായി ആചരിക്കുന്നത്. വേദവ്യാസന്റെ ജന്മദിനമാണ് ഗുരുപൂർണിമ എന്നാണ് ഭാരതീയ സങ്കല്പം. പ്രാചീന ഭാരതത്തിൽ ഗുരുപൂർണിമയ്ക്ക് പല ഐതിഹ്യങ്ങളുമുണ്ട്. പക്ഷേ ഇതിന്റെയെല്ലാം ആത്യന്തിക ലക്ഷ്യം ഒന്നു മാത്രം. മതത്തിനനുസരിച്ച് അനുഷ്ഠാനങ്ങളിൽ ചില മാറ്റങ്ങൾ കണ്ടേക്കാം. ഹൈന്ദവ വിശ്വാസികൾ വേദവ്യാസനെയും ബുദ്ധമത വിശ്വാസികൾ ഗൗതമ ബുദ്ധനെയും ഗുരുപൂർണിമ ദിനത്തിൽ ആരാധിക്കും. ഗുരു എന്ന സങ്കല്പത്തിന് മുന്നിൽ സർവ്വതും സമർപ്പിക്കണമെന്നാണ് ഭാരതീയ ആചാരം. ഭാരതീയ സംസ്കാരത്തിന്റെ ആധാരശിലകളായ വേദങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുകളുമെല്ലാം ഗുരുവെന്ന സങ്കല്പത്തെ വാഴ്ത്തുന്നു. അന്ധകാരത്തിൽ അകപ്പെട്ട് തെറ്റും ശരിയും തിരിച്ചറിയാത്ത മനുഷ്യർക്ക് നേർവഴി കാട്ടുകയെന്നതാണ് ഭാരതീയ ഗുരുസങ്കല്പം. ഗു, രു എന്നീ സംസ്കൃത അക്ഷരങ്ങളിൽ നിന്നാണ് ഗുരു എന്ന വാക്ക് രൂപം കൊള്ളുന്നത്. സംസ്കൃതത്തിൽ ഗുവെന്നാൽ അന്ധകാരമെന്നും രുവെന്നാൽ ഇല്ലാതാക്കുന്നവൻ എന്നുമാണ് അർത്ഥം. അതായത് അന്ധകാരത്തെ ഇല്ലാതാക്കുന്നവനാണ് ഗുരു. നിത്യജീവിതത്തിൽ ഗുരുവിന്റെ പങ്ക് വളരെ വലുതാണെന്ന തിരിച്ചറിവാണ് ഭാരതത്തിൽ ഗുരുപൂർണിമ ദിനം ആചരിക്കുന്നതിന് കാരണമായത്. ഹൈന്ദവ വിശ്വാസികൾ ഗുരുപൂർണിമ ദിനത്തിൽ വ്യാസമഹർഷിയെ ആരാധിക്കുന്നതിനാൽ ഈ ദിനം വ്യാസപൂർണിമ എന്ന പേരിലും അറിയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ജനം.